ഫാമിൽ സ്വകാര്യവൽക്കരണ നീക്കം ശക്തം. 2500 ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് നൽകാനാണ് നീക്കം. ഫാം ലാഭത്തിലാക്കാൻ വേണ്ടി എന്ന പേരിൽ 655 ഏക്കർ ഭൂമി ഇത്തരത്തിൽ ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകി കഴിഞ്ഞു. 50 കോടിയോളം രൂപ മുടക്കി ആദിവാസി വിഭാഗത്തിന് മാത്രമായി വാങ്ങിയ ഭൂമിയാണ് ഇത്തരത്തിൽ കൈമാറുന്നത്. കേരളത്തിന് കാർഷിക മേഖലയിൽ ഒരു സംരംഭം വേണമെന്ന ആവശ്യം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് മുന്നിലെത്തി. സ്ഥലം കണ്ടെത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകി. കണ്ണൂർ ആറളത്ത് AK കുഞ്ഞിമായിൻ, കനകത്തിടം വാഴുന്നവർ എന്നിവരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി അനുയോജ്യമെന്ന് കണ്ടെത്തി. C അച്യുതമേനോൻ സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമി ഏറ്റെടുത്തു. ആകെ 12,500 ഏക്കർ. ഇതിൽ 5000 ഏക്കർ സംരക്ഷിത വനഭൂമിയായി മാറ്റിവെച്ചു. ബാക്കിയുള്ള ഭൂമി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഫാമിംഗ് വകുപ്പിന് കൈമാറി. ഉദ്യോഗസ്ഥ ഭരണത്തിൽ പക്ഷേ ആർക്കും ഗുണമില്ലാതെ ആ ഭൂമി അന്യാധീനപ്പെട്ടു. ഇതിനിടെ തൊഴിലാളി സമരങ്ങൾ പലകുറി നടന്നു. 2000 ആണ്ടിൽ ആദിവാസി ഭൂസമരം കൊടുമ്പിരി കൊണ്ട സമയത്ത് ആന്റണി സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 49.02 കോടി രൂപയ്ക്ക് ഈ ഭൂമി വാങ്ങി. 7500 ഏക്കർ ഭൂമിയിൽ പകുതി ആദിവാസി വിഭാഗങ്ങളുടെ പുനരധിവാസത്തിന് മാറ്റിവെച്ചു. മറുപകുതി ആറളം ഫാമായും മാറ്റി. 1 മുതൽ 6 വരെയും 8 ബ്ലോക്കുകളായിരുന്നു ഫാം. ഫലഭൂയിഷ്ടമായ മണ്ണ് ഇങ്ങനെ നിലനിർത്തിയപ്പോൾ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വന്യജീവികൾ വിഹരിക്കുന്ന 9 മുതൽ 13 വരെ ബ്ലോക്കുകൾ ആദിവാസി വിഭാഗങ്ങൾക്ക് നൽകി. ആറളം ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് എന്ന പേരിൽ ഫാമിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി. ഒന്നും പച്ചപിടിക്കാതായതോടെയാണ് ഇപ്പോൾ നാമമാത്ര പണം വാങ്ങി ദീർഘകാല പാട്ടത്തിന് സ്വകാര്യ വ്യക്തികൾക്ക് മുറിച്ചു നൽകുന്നത്. ആകെ മുറിച്ചു നൽകാൻ തീരുമാനിച്ചത് 2500 ഏക്കർ. ഇതിൽ 655 ഏക്കർ ഇതിനകം 3 സ്വകാര്യ സംരംഭക ഗ്രൂപ്പുകൾക്കായി നൽകി കഴിഞ്ഞു. 10 മുതൽ 30 വർഷം വരെയാണ് പാട്ടക്കാലാവധി. സംസ്ഥാന സർക്കാർ ആദിവാസി ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങുമ്പോൾ ഉണ്ടാക്കിയ ചട്ടങ്ങൾക്കെതിരാണ് സ്വകാര്യവൽക്കരണ നീക്കമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഈ പൈനാപ്പിളിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവരിടവേള കൃഷി ചെയ്യുവാണെങ്കിൽ അങ്ങനെയാണ് ആറളം ഫാമിനകത്ത് 35,000 റബ്ബറും 10,000-15,000 കശുമാവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ പദ്ധതിയാണെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നു. നേരെ മറിച്ച് ഇത് ഗുഡ്ഡർത്തുകാർക്കും ബാവുലിക്കാർക്കും കൊടുത്തിട്ടുള്ളത് 30 വർഷത്തിനാണ്. അങ്ങനെ കൊടുക്കുന്നതിനോട് ശക്തമായ എതിർപ്പാണ് ആദിവാസി വിഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഈ ഭൂമിയെ കൊണ്ടെത്തിക്കും. ഇതിന് പ്രധാന കാരണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പട്ടികവർഗ വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഭൂമി വിലക്കെടുത്തിട്ടുള്ളത്. ബംഗളൂരു ആസ്ഥാനമായ ഗുഡ് എർത്ത് ഗ്രൂപ്പിനാണ് 1-ാം ബ്ലോക്കിലെ 530 ഏക്കർ നൽകുന്നത്. ഫാമിലേക്കുള്ള പ്രവേശന കവാടം കൂടിയായ മേഖലയിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഫാം ടൂറിസം, വൈവിധ്യ കൃഷി തുടങ്ങിയവ നടത്തുമെന്നാണ് കരാർ. 2-ാം ബ്ലോക്കിൽ 100 ഏക്കർ ഭൂമി ഇരിട്ടി മാടത്തിൽ ആസ്ഥാനമായി അടുത്തിടെ രൂപം കൊണ്ട ബാവലി ഗ്രൂപ്പിന് നൽകി. ഹ്രസ്വ ദീർഘകാല വിളകൾക്കൊപ്പം ഫാം ടൂറിസവും തടികൃഷിയുമാണ് ഇവരുടെ പദ്ധതി. പാട്ടക്കാലാവധി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നിസ്സാര പണമാണ് സംരംഭകർ ഫാമിലേക്ക് അടക്കേണ്ടത്. ഉദാഹരണത്തിന് ബാവലി ഗ്രൂപ്പ് എക്കോ ടൂറിസത്തിനായി ഏറ്റെടുക്കുന്ന 10 ഏക്കറിന് 5 വർഷം വരെ വെറും 1.5 ലക്ഷം രൂപയോ ലാഭത്തിന്റെ 15% നൽകണമെന്നാണ് കരാർ. അതായത് പ്രാരംഭമായി 1 രൂപ പോലും മുടക്കാതെയാണ് ഭൂമി മുറിച്ചു നൽകുക. 25 ഏക്കർ സ്ഥലം എറണാകുളത്തെ സ്വകാര്യ സംരംഭകന് പന്നി ഫാം നടത്താനും ഇതിനിടെ നൽകി കഴിഞ്ഞു. ആദിവാസി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ട ഭൂമി നഷ്ടമാകുമെന്നും ഒരു ഗുണവും ഫാമിനില്ലെന്നുമാണ് ആദിവാസി സംഘടനകളുടെ വിമർശനം. ഇത് യഥാർത്ഥത്തിൽ ഒരുതരം ഭൂമി കച്ചവടമാണ്. എവിടെയും രേഖകളില്ല. ഇവരുമായിട്ടുള്ള ഒരു വർക്ക് അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. യാതൊരു തരത്തിലുള്ള ഫണ്ടും അവരിൽ നിന്ന് ഈടാക്കുന്നില്ല. പകരം ലാഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 20% അതിന്റെ ലാഭത്തിന്റെ വിഹിതം ഫാമിന് കിട്ടും എന്നുള്ളതാണ്. ഇത് പലതും ദീർഘകാല പദ്ധതികളായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഈ പറയുന്നതൊന്നും ആദിവാസികൾക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. കാരണം ഇന്ന് ആദിവാസികൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് നാളെ ബംഗാളികളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവരുടെ ലാഭത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് പലപ്പോഴും ഈ സ്വകാര്യ സംരംഭകർ നോക്കുക. അതുകൊണ്ട് ഈ ഒരു പദ്ധതി കൊണ്ട് ആദിവാസികൾക്ക് യാതൊരു പ്രയോജനമില്ല. മാത്രമല്ല ആദിവാസികളുടെ വിലപ്പെട്ട ഏറ്റവും കാതലായ ഭൂമി അന്യാധീനപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഈ കൈമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ വ്യക്തികൾ ഭൂമി ഏറ്റെടുത്താൽ ആർക്ക് തൊഴിൽ നൽകണമെന്നത് അവരുടെ തീരുമാനമാകും. ആദിവാസികൾക്ക് അവകാശമുള്ള ഭൂമി അവർക്ക് അന്യമാകും.
അവിടെ അവരുടെ തൊഴിലവകാശം പോലും നിഷേധിക്കപ്പെട്ടേക്കാം. 30 വർഷത്തെ കരാർ കാലാവധി പൂർത്തിയാകുമ്പോൾ സ്വകാര്യ വ്യക്തികൾ ഭൂമിയിൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കാനുള്ള സാധ്യതയും ആശങ്കയാണ്. ആദിവാസി വിഭാഗത്തിന് മാത്രം അർഹതപ്പെട്ട ഭൂമിയാണ് ഫാം കോർപ്പറേഷൻ ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ മാനദണ്ഡമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. സർക്കാരിന് തന്നെ ഇടപെട്ടാൽ വൻ വിജയമാക്കാവുന്ന ഒരു പദ്ധതിക്ക് സ്വകാര്യ വ്യക്തികളെ എന്തിനുൾപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. ആറളത്തു നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.